ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മെൽവിൻ പെറ്റ്സ് ആൻഡ് ട്രിക്സ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നമ്മുടെ കയ്യിൽ വെറും ഫ്രീ ആക്കിയിട്ടല്ല, ഒരു അടിപൊളി സാധനത്തെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫാമിലേക്ക്, അതായത് നമ്മുടെ ഫാം ഒന്നും സെറ്റപ്പ് ആയിട്ടില്ലെങ്കിലും അതിലോട്ട് നമ്മൾ ഓരോരോ ചെറിയ 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 പെറ്റ്സിനെയൊക്കെ വാങ്ങിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതും അത്തരത്തിലുള്ള ഒരു പെറ്റ്സ് ആണ്. അപ്പോൾ പെറ്റ്സ് എന്നൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മൾ ഗോൾഡൻ റിട്രീവർ, അരാപൈമ, അതുപോലെ തന്നെ ലവ് ബേർഡ്സ്, പിന്നെ അങ്ങനെ വില കൂടിയ ഐറ്റംസ് മാത്രമല്ല പെറ്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ സ്നേഹത്തോടെ വാങ്ങുന്ന ഏതൊരു ഐറ്റമും പെറ്റ്സ് ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന നമ്മുടെ ഫാമിലേക്കുള്ള പുതിയൊരു പെറ്റാണിത്. അപ്പോൾ ഈ പെട്ടിക്കകത്ത് ആരാണെന്നും അതുപോലെ തന്നെ നമ്മളിത് എവിടുന്നാണ് വാങ്ങിയെന്നൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വാ ഗായ്സ്. അപ്പോൾ ഈ ഷോപ്പ് എന്ന് പറയുകയാണെങ്കിൽ വളരെ നല്ല ഒരു അക്വേറിയം ഷോപ്പാണ്. പെരിന്തൽമണ്ണയിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് അടിപൊളി അക്വേറിയമാണ്. അപ്പോൾ ഈ അക്വേറിയത്തിൻ്റെ ആദ്യത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാരുടെ പെരുമാറ്റമാണ്. വളരെ നല്ല പെരുമാറ്റമാണ്. അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ പെറ്റ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരത് ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ അതേ കണ്ടില്ലേ, അതിൻ്റെ ഉൾവശവും കാര്യങ്ങളും നമുക്ക് വീഡിയോ എടുത്ത് തരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഫോട്ടോയാണ് അത് എടുക്കാൻ പറ്റിയത്, നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇതൊക്കെയാണ് ഷോപ്പിൻ്റെ ഉൾഭാഗവും കാര്യങ്ങളും ഒക്കെ വരുന്നത് ഗായ്സ്. പിന്നെ അതുപോലെ തന്നെ ഒട്ടനവധി പെറ്റ്സും അതുപോലെ തന്നെ നമ്മുടെ ഫിഷസും പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഈ ഷോപ്പിൽ അവൈലബിൾ ആണ്. നമ്മൾ ഈ ഷോപ്പിൽ കോൺടാക്ട് ചെയ്യേണ്ട നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിടുന്നതാണ് ഗായ്സ്. അതുപോലെ തന്നെ ഈ ഷോപ്പിനെ പറ്റി പറയുമ്പോൾ ഉള്ള ആദ്യത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒട്ടനവധി മോൺസ്റ്റർ ഫിഷുകളും അതുപോലെ തന്നെ നമ്മുടെ അലങ്കാര മത്സ്യങ്ങളും ഒക്കെ ഒത്തിരി ഉണ്ട്. അതുപോലെ തന്നെ പ്ലാന്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഇവിടെയുള്ള ഏതാനും കുറച്ച് വെറൈറ്റി മീനുകളെ ഒന്ന് കണ്ടിട്ട് വന്നാലോ? ഗായ്സ്, അപ്പോൾ നിങ്ങൾ മീനുകളൊക്കെ കണ്ടില്ലേ, വളരെ നല്ല ഭംഗിയുള്ളത്. നമ്മൾ ഇതുവരെ കാണാത്ത അധികം കുറേ മീനുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി അതുപോലെ തന്നെ മീനുകളെ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരാളും കൂടിയാണ് നമ്മുടെ പെറ്റ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുപോലെ കുറേ വെറൈറ്റി ബേർഡ്സും അതുപോലെ തന്നെ ക്യാറ്റ്സും ഒക്കെ നമ്മുടെ ഈ ഷോപ്പിലുണ്ട്. അപ്പോൾ അവരെയും കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് വാ.
ഗായ്സ്, അപ്പോൾ നിങ്ങളെല്ലാവരും ഷോപ്പും അതിലുള്ള ഫിഷസും പെറ്റ്സിനൊക്കെ കണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു പെറ്റിനെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി അവരെ കണ്ടാലോ. ഗായ്സ്, അപ്പോൾ ദേ ഇതാണ് നമ്മളിപ്പോൾ വാങ്ങിച്ചിരിക്കുന്ന നമ്മുടെ 2 നാടൻ താറാവുകൾ. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള 2 താറാവുകളാണ്. രണ്ടും ഏകദേശം ഒരു ബ്ലാക്ക് കളർ ഉണ്ട്. അത് കംപ്ലീറ്റ് വളർച്ച എത്തിയിട്ടില്ല. വളർച്ച എത്തിയാലേ നമുക്ക് അതിൻ്റെ കറക്റ്റ് കളറൊക്കെ ഏകദേശം മനസ്സിലാവുള്ളൂ. ഇത് ഇവിടെ കൊണ്ടൊക്കെ ഒരു ചെറിയ വൈറ്റും ബ്ലാക്കും ഒക്കെ വരുന്നുണ്ട്. കണ്ടില്ലേ ഗൈസ്, ഇതാ ഇവിടം കൊണ്ട് ഒരു വൈറ്റും ബ്ലാക്കും കളറൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവന്മാർ വളർന്നു കഴിഞ്ഞാലേ നമുക്ക് ഇവന്മാരുടെ കറക്റ്റ് കളറും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാവുള്ളൂ. ഇതുപോലത്തെ ഒരു താറാവ് നമ്മുടെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്നു, പണ്ട്. അതായത് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലൊക്കെ നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ ഒരു താറാവ് ഉണ്ടായിരുന്നു. വീണ്ടും ഒരു പുതിയ സെറ്റ് നാടൻ താറാവുകളെയും കൂടി നമ്മൾ വാങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഗായ്സ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന പുതിയ നാടൻ താറാവ്. ഗായ്സ്, അപ്പോൾ ദേ ഇവരുടെ അപ്ഡേറ്റും കാര്യങ്ങളും ഒക്കെ ഇനി പുറകെ നമ്മുടെ ചാനലിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് വാങ്ങിച്ച നമ്മുടെ നാടൻ താറാവുകളെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കണ്ടാലോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ ദിവസം ഒരു പുതിയ അതിഥിയുമായി നമ്മുടെ ചാനലിൽ വീണ്ടും കണ്ടുമുട്ടുമെന്ന പ്രതീക്ഷയിൽ ദിസ് ഈസ് മെൽവിൻ കെ സെബാസ്റ്റ്യൻ സൈനിങ് ഓഫ്.